വിദ്യാർത്ഥികളുടെ അമേരിക്കൻ സ്വപ്നം മങ്ങിയിരിക്കുന്നു. ട്രംപ് ഭരണകൂടം വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ലോകത്തിലെ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന്റെ അടയാളമായിരുന്ന അമേരിക്കയിൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ വരവ് കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത്. പുതിയ സർക്കാരുടെ കണക്കുകൾ പ്രകാരം 2025 ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനം 19% കുറഞ്ഞു. അതിൽ ഏറ്റവും വലിയ ഇടിവ് സംഭവിച്ചത് ഇന്ത്യയിലെയും ചൈനയിലെയും നിന്നുള്ള വിദ്യാർത്ഥികളുടേതാണ്. കണക്കുകൾ പ്രകാരം ചൈനയിൽ നിന്ന് 86,000 വിദ്യാർത്ഥികളും ഇന്ത്യയിൽ നിന്ന് വെറും 41,000 വിദ്യാർത്ഥികളുമാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ അമേരിക്കയിൽ പ്രവേശിച്ചത്. എന്നാൽ ഈ സംഖ്യകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വൻതോതിൽ കുറവായിരുന്നു. ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വരവ് 12.4% കുറഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് 44.5% കുറഞ്ഞു. ഇത് കോവിഡ് കാലത്തിന് ശേഷം രേഖപ്പെടുത്തിയ കണക്കുകളാണ്. ഒരു കാലത്ത് ലോക വിദ്യാർത്ഥികളുടെ സ്വപ്നമായിരുന്ന അമേരിക്കൻ ക്ലാസ് റൂമുകൾ ഇപ്പോൾ ശൂന്യമാകുന്നു. ഇതിനാൽ അമേരിക്കയുടെ ഗ്ലോബൽ ക്ലാസ് റൂം എന്ന പദവിയും നഷ്ടപ്പെടുകയാണ്. അമേരിക്കയിൽ ആകെയുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഏകദേശം 50% പേരും ഇന്ത്യയിലെയും ചൈനയിലെയും വിദ്യാർത്ഥികളാണ്. എന്നാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളിലെയും യുവാക്കൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ്. ഇതിനു പിന്നിലെ പ്രധാന കാരണം ട്രംപ് ഭരണകൂടം വീണ്ടും അധികാരത്തിലെത്തിയതും ഭരണകൂടത്തിന്റെ കടുത്ത നയങ്ങളുമാണ്. അധികാരത്തിൽ വന്ന ട്രംപ് വിദ്യാർത്ഥികൾക്കായുള്ള A1 വിസ നടപടികൾ കഠിനമാക്കുകയും സോഷ്യൽ മീഡിയ പരിശോധനകൾ ശക്തമാക്കുകയും വിസ പ്രോസസ്സിംഗ് വൈകിപ്പിക്കുകയും കൂടാതെ 19 രാജ്യങ്ങൾക്ക് യാത്രാ നിരോധനവും ഏർപ്പെടുത്തുകയും ചെയ്യുന്നതിനാലാണ്. അതിനാൽ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് വിസ ലഭിക്കാതെ സെമസ്റ്റർ നഷ്ടമായത്. അതോടെ A1 വിസ വിതരണം 22% താഴ്ന്നു. ഇതിനിടെ ട്രംപ് ഭരണകൂടം പുതിയൊരു ഉത്തരവും ഇറക്കി. കോമ്പാക്ട് ഫോർ അക്കാദമിക് എക്സലൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന പേരിലുള്ള ഈ പുതിയ നയം നിലവിൽ 9 പ്രമുഖ അമേരിക്കൻ സർവകലാശാലകളായ MIT, ബ്രൗൺ, ഡാർട്ട്മൗത്ത്, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ്, വണ്ടർബിൽറ്റ്, അരിസോണ, USC, പെൻസിൽവാനിയ, വിർജീനിയ എന്നിവയെയും ബാധിക്കും. ഒരു സർവകലാശാലയിലും അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളിൽ 15% കൂടുതൽ വിദേശികൾ ഉണ്ടാകരുതെന്നും ഒരു രാജ്യത്തു നിന്നും 5% കൂടുതലുള്ളവർക്ക് പ്രവേശന നിഷേധനം ഉണ്ടാകണമെന്നും നിബന്ധനകൾ വന്നു. ഇത് പാലിക്കാത്തവർക്ക് ഫെഡറൽ ഫണ്ടിംഗ് നഷ്ടപ്പെടുമെന്നും ഉത്തരവിറങ്ങി. അതായത് ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാകുന്നു. ഡീപൗൾ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള നിരവധി സർവകലാശാലകൾ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഡീപൗളിൽ അന്താരാഷ്ട്ര അഡ്മിഷനിൽ 30% ഇടിവാണ് രേഖപ്പെടുത്തിയത്. യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ മിസോറിയിൽ 50% ഇടിവും ഓഹിയോ സ്റ്റേറ്റിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ 30 മുതൽ 40% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. ഇത് സർവകലാശാലകളുടെ വരുമാനത്തെയും ഗവേഷണ ടീച്ചിംഗ് പ്രോഗ്രാമുകളെയുമാണ് വൻതോതിൽ ബാധിക്കുന്നത്. NAFSAയുടെ കണക്കുകൾ പ്രകാരം ഈ ഇടിവ് മൂലം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം $7 ബില്യൺ നഷ്ടമാണ് സംഭവിക്കുക. ഇതിനിടെ ട്രംപ് ഭരണകൂടം H1B വിസ ഫീസ് $1 ലക്ഷം ഉയർത്തിയതിനാൽ വിദ്യാർത്ഥികൾ മറ്റു രാജ്യങ്ങളിലേക്ക് തിരിയുകയാണ്. അതോടൊപ്പം ജീവിത ചെലവും കൂടിയതോടെ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ പഠിക്കുക എന്നത് വലിയ വില കൂടിയ അപകട സാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പായി മാറിയിരിക്കുന്നു. കാനഡയിലെ എളുപ്പമായ വിസ നടപടികളും ജോലി അവസരങ്ങളും, ബ്രിട്ടനിലെ 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വിസയും, ജർമ്മനി, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ കുറഞ്ഞ ചിലവിലുള്ള ഉയർന്ന നിലവാരമുള്ള എഞ്ചിനീയറിംഗ് പഠനാവസരങ്ങളും അവരെ ആകർഷിക്കുന്നു. അമേരിക്കയിലെ വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കാനഡ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനാൽ അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.